അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിലീഫിംഗ് ചിത്രങ്ങളുടെ കാലമാണല്ലോ. എല്ലാ ഭാഷയിലും റിലീഫുകൾ ഇങ്ങനെ തകൃതിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴിലായാലും തെലുങ്കിലായാലും ഹിന്ദിയിലായാലും എല്ലാ ഭാഷയിലും റിലീഫുണ്ട്. ആ ട്രെൻഡ് തന്നെ മലയാളത്തിൽ തുടങ്ങി. സ്ഫടികം എന്ന ചിത്രത്തിലൂടെയാണ് ആരാധകർ ഈ ആവശ്യം ഉന്നയിക്കുന്നത്. സ്ഫടികം മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി അന്ന് റിലീഫിന് തുടക്കം കുറിച്ചു. അതിനുശേഷമാണ് ഒത്തിരി ചിത്രങ്ങൾ റിലീഫായിട്ട് വന്നത്. അപ്പോൾ മലയാളത്തിൽ നിന്ന് സ്ഫടികം, മണിച്ചിത്രത്താഴ്, ദേവദൂതൻ, ചോട്ടാ മുംബൈ, പിന്നെ വല്യേട്ടൻ, ആവനാഴി, വടക്കൻ വീരകഥ, പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകം, ശരപഞ്ചരം, അങ്ങനെ നിരവധി ചിത്രങ്ങളാണ്. പക്ഷേ ഈ ചിത്രങ്ങൾക്കെല്ലാം ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചിത്രങ്ങൾ പകുതിയോളം ആൾക്കാരെ ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. റിലീഫിംഗ് ചിത്രങ്ങളിൽ മോഹൻലാലിൻ്റെ സാന്നിധ്യം ഒന്ന് മികച്ചു നിൽക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ലാലേട്ടൻ ചിത്രങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾ എല്ലാം തന്നെ തികഞ്ഞ പരാജയമാകുന്ന കാഴ്ച തിയേറ്ററിൽ നമ്മൾ കണ്ടു. പക്ഷേ ആ സമയത്തും റിലീഫിംഗ് ചിത്രങ്ങളെല്ലാം തന്നെ വൻ വിജയമാകുന്നത് കണ്ടു. അന്നൊക്കെ മോഹൻലാലിൻ്റെ വിമർശകർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ പഴയ ചിത്രങ്ങൾക്കുള്ള ക്വാളിറ്റി ഇപ്പോഴത്തെ ചിത്രങ്ങൾക്ക് ഇല്ല. അതുകൊണ്ടാണ് പഴയ ചിത്രങ്ങളിലൂടെ റിലീഫിലൂടെ ലാലേട്ടൻ എന്ന് പറയുന്ന നടനെ ഇങ്ങനെ നിൽക്കും, അല്ലാതെ പുതിയ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് അഭിനയം വരില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനൊരു മാറ്റം കുറിക്കുന്ന പ്രകടനം തന്നെയായിരുന്നു 2025 ഒരു മാജിക് എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് ലാലേട്ടൻ്റെ പ്രകടനം. 2025 ഇറങ്ങിയ 2 ചിത്രങ്ങൾ 500 കോടിയോളം കളക്ഷൻ നേടി മോഹൻലാൽ എന്ന് പറയുന്ന നടൻ താൻ തന്നെയാണ് രാജാവ് എന്ന് അടിവരയിടുന്ന കാഴ്ച തന്നെയാണ് മലയാള സിനിമയിൽ കണ്ടത്. അതിനിടയിലാണ് ജൂൺ 6 തിയേറ്ററിലെത്തിയ ചോട്ടാ മുംബൈ എന്ന എക്കാലത്തെയും ഒരു കോമഡി എൻ്റർടൈനായ ഒരു ചിത്രം. അത് തിയേറ്റർ നിറഞ്ഞ് കവിഞ്ഞ് ആൾക്കാരെ കയറ്റുന്നതാണ് നമ്മൾ കണ്ടത്. പണം വാരി ചിത്രങ്ങൾ എന്ന നിലയിലേക്ക് ചോട്ടാ മുംബൈയും എത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലാലേട്ടൻ ചിത്രങ്ങൾ ഒന്നാം സ്ഥാനത്ത്, റിലീഫിംഗ് ചിത്രങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ക്ലാസിക് സിനിമ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന അന്ന് ഒരുപക്ഷെ സ്വീകരിക്കാത്ത പോയ ചിത്രമായിരുന്നു ദേവദൂതൻ. ഫിബി മലയൻ, മോഹൻലാൽ ടീം ഒന്നിച്ചപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അവസ്ഥയായിരുന്നു അന്നും ഉണ്ടായത്. അന്ന് തിയേറ്ററിൽ തികഞ്ഞ പരാജയമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു മുണ്ട് മടക്കി കുത്തി മീശയൊക്കെ ഒരിച്ച് ലാലേട്ടനിൽ നിന്ന് ദേവദൂതനിലേക്ക് വന്നപ്പോൾ ആൾക്കാരങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ അത് ആൾക്കാർ പുതിയ തലമുറ എന്താ സിനിമ എന്ന് പറയുന്ന സമയത്ത് ആ ചിത്രം റിലീഫ് ചെയ്യണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. ക്ലാഫും മാഫും എല്ലാം കൂടെ ഒന്നിച്ചു ചേർന്ന് ആ ചിത്രം മലയാള സിനിമയിലെ ഒരു പുത്തൻ ഉണർവാണ് ഉണ്ടായത്. ദേവദൂതൻ എന്ന ചിത്രം ഏകദേശം 5.5-6 കോടി നേടി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. രണ്ടാം സ്ഥാനത്ത് എക്കാലത്തെയും മോഹൻലാലിൻ്റെ മാസ് സിനിമയായ സ്ഫടികം, ആ മുണ്ടുപടിച്ചരിയും ഭദ്രനും ചക്കോമാഷും അടുത്തോമായും ഒക്കെ തിയേറ്ററിൽ നിറഞ്ഞാടിയ ആ ചിത്രം രണ്ടാം സ്ഥാനത്ത് ചെന്ന് നിൽക്കുകയാണ്. ഏകദേശം 4.5 കോടി 5 കോടി റേഞ്ചിലാണ് ഈ ചിത്രം തിയേറ്ററിൽ നിന്ന് തകർത്ത് വാരിയത്. മൂന്നാം സ്ഥാനത്ത് ഏത് ചിത്രമാണ് എന്നുള്ളത് ഇപ്പോഴും സംശയത്തിൽ നൽകുകയാണ്. കാരണം ചോട്ടാ മുംബൈയും മണിച്ചിത്രത്താഴിനെ പറ്റി പറയുകയാണെങ്കിൽ മലയാളത്തിലെ ക്ലാസ് പടങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കാം. മലയാള സിനിമയിലെ അന്ന് ആ എക്കാലത്തെയും നമ്മൾ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാലും ടി വിയിൽ കണ്ടു കഴിഞ്ഞാലും സമയം നോക്കി നിൽക്കുന്ന ഒരു ചിത്രം. എനിക്ക് തോന്നുന്നു ഞാൻ എത്ര പ്രാവശ്യം ഈ മണിച്ചിത്രത്താഴ് കണ്ടു എന്ന് അറിയില്ല. കാരണം അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകാൻ നിൽക്കുവാണെങ്കിൽ തന്നെ മണിച്ചിത്രത്താഴ് സിനിമ ടി വിയിലുണ്ടെങ്കിൽ അത് ഒരു നിമിഷം നോക്കി നിൽക്കും. എനിക്കൊന്ന് മാസത്തിൽ ഒരു തവണയെങ്കിലും വെച്ച് മണിച്ചിത്രത്താഴ് ഇങ്ങനെ ഈ ടി വിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും തിയേറ്ററിൽ നിന്ന് ഏകദേശം 4.5 കോടിക്ക് മുകളിലുള്ള തുകയാണ് ഈ ചിത്രം നേടിയത്. അങ്ങനെ മൂന്നാം സ്ഥാനത്ത് മണിച്ചിത്രത്താഴ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അതിൽ ഡോക്ടർ സണ്ണിയും നകുലനും ഗംഗയൊക്കെ ഇപ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. 4ാം സ്ഥാനത്ത് ഇപ്പോൾ ചോട്ടാ മുംബൈ, ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്ന ചോട്ടാ മുംബൈ തന്നെയാണ്. അതും ഏകദേശം 4.5 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.
5ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു മമ്മൂട്ടി സിനിമയാണ്. എക്കാലത്തെയും മികച്ചൊരു ചിത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു ചിത്രം തന്നെയാണ്. ഹരിഹരൻ, MD, മമ്മൂട്ടി ടീം ഒന്നിച്ചപ്പം വടക്കൻ വീരകഥ എന്ന ചന്തുവിൻ്റെ കഥ പറഞ്ഞ ചിത്രം. അത് മികച്ചൊരു ചിത്രം തന്നെ. പക്ഷേ തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പം അത് റിലീഫുമായിട്ട് വന്നപ്പം അത് തികഞ്ഞ പരാജയമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 1 കോടി 10 ലക്ഷം രൂപയാണ് തിയേറ്ററിൽ നിന്ന് ഈ ചിത്രം സമ്പാദിച്ചത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 6ാം സ്ഥാനത്തും ഒരു മമ്മൂട്ടി ചിത്രം. ഷാജി കൈലാസ്, മമ്മൂട്ടി ടീം ഒന്നിച്ചപ്പം വല്യേട്ടൻ എന്ന് പറഞ്ഞ ഒരു ചിത്രം നമുക്ക് തന്നു. ആ ചിത്രം അക്കാലത്ത് വൻ വിജയമാണെങ്കിലും റിലീഫായി തിയേറ്ററിലെത്തിയ സമയത്ത് ഒരു തികഞ്ഞ പരാജയമായി മാറുന്ന കണ്ടു. ഏകദേശം 70 ലക്ഷത്തിന് മുകളിലാണ് ഈ ചിത്രം കളക്ഷൻ നേടിയത് എന്നാണ് അറിയുന്നത്. 7ാമത്തെ ചിത്രം ഒരു മോഹൻലാൽ ചിത്രമാണ്. മോഹൻലാലിൻ്റെ ലൂസിഫർ എന്ന ചിത്രം. എനിക്ക് റിലീഫ് എന്ന് പറയാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. എന്നാലും എമ്പുരാൻ എന്ന ചിത്രം ഇറങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് ചുരുക്കം ചില തിയേറ്ററുകളിൽ ആൾക്കാരെ ഇത് കണക്ഷൻ കിട്ടാൻ വേണ്ടി, ആദ്യ ഭാഗവും 2ാം ഭാഗവും തമ്മിൽ കണക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് റിലീഫ് ചെയ്ത ചിത്രമാണ്. അതിന് യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ല. ആ പടി അന്നത്തെ പ്രിൻ്റ് പ്രകാരം അന്ന് തന്നെ അത് ഇട്ടു. അത് തിയേറ്ററിൽ 40 ലക്ഷം രൂപയോളം നേടി എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായ കാര്യം. 8ാം സ്ഥാനത്ത് മമ്മൂട്ടിയുടെ ആവനാഴി എന്ന ചിത്രമാണ്. ആവനാഴി നേടിയത് 18 ലക്ഷം രൂപയാണ്. പിന്നെയും ചിത്രങ്ങൾ റിലീഫായിട്ടെത്തി. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകം, അതുപോലെ എക്കാലത്തെയും ആക്ഷൻ കിങ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ജയൻ്റെ ചിത്രം ശരപഞ്ചരം, IV ശശിയും ജയനും ഷീലയൊക്കെ ഒന്നിച്ച ആ ശരപഞ്ചരവും തിയേറ്ററിൽ തികഞ്ഞ പരാജയമാകുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. ഏറ്റവും വലിയൊരു പ്രത്യേകത മോഹൻലാൽ ചിത്രങ്ങൾ തിയേറ്ററിൽ പരാജയമാകുന്നു എന്ന് വിമർശകർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോഹൻലാലിൻ്റെ പഴയ ചിത്രങ്ങൾ തിയേറ്ററിൽ വന്ന് വിജയം കൊയ്യുന്നത് കാണുന്നത്. മമ്മൂട്ടി ചിത്രങ്ങൾ വൻ വിജയമാകുന്നു തിയേറ്ററിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് തിയേറ്ററിൽ നിന്ന് റിലീഫും മമ്മൂട്ടി ചിത്രങ്ങളെല്ലാം പരാജയപ്പെടും. 2025 മമ്മൂട്ടിയെ സംബന്ധിച്ച് തികഞ്ഞ പരാജയത്തിൻ്റെ ഒരു വർഷമാണ്. 2 ചിത്രങ്ങൾ തികഞ്ഞ പരാജയമാകുന്നു. ആ രീതിയിലാണ് നിൽക്കുന്നത്. ആ സമയത്താണ് മോഹൻലാലിൻ്റെ റിലീഫ് ചിത്രങ്ങളും പുതിയ റിലീഫ് ചിത്രങ്ങളിലെല്ലാം തിയേറ്ററിൽ തരംഗം സൃഷ്ടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകാം മലയാളത്തിലെ കളക്ഷൻ കിങ് അല്ലെങ്കിൽ മലയാളത്തിൻ്റെ താരരാജാവ് ആരാണെന്നുള്ളത് വ്യക്തമാകുന്ന കാര്യം തന്നെയാണ്. മമ്മൂട്ടിയെ ഞാൻ ചെറുതായി കാണുന്നില്ല. അദ്ദേഹവും മികച്ച നടൻ തന്നെ. പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിലും ആൾക്കാരെ തിയേറ്ററിൽ എത്തിക്കുന്ന കാര്യത്തിലും തിയേറ്റർ ആഘോഷപ്പറമ്പാക്കുന്ന കാര്യത്തിലുമെല്ലാം മോഹൻലാൽ ഒരുപടി മുമ്പിലാണ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം ഈ കണക്കിൽ സൂചിപ്പിക്കുന്നത്. ഇനിയും ഒത്തിരി ചിത്രങ്ങൾ റിലീഫിന് വേണ്ടി കാത്തിരിപ്പുണ്ട് എന്നൊക്കെ തിയേറ്ററിൽ എന്തുമാത്രം വിജയിക്കും എന്നുള്ളത് സംശയം തന്നെയാണ്. ഏകദേശം എല്ലാ ചിലവും കൂടെ കൊണ്ട് 4Kയും എല്ലാം കൂടെ ചേർത്ത് ഒരു പഴയ ചിത്രം റിലീഫ് ചെയ്യാൻ വേണ്ടി ഏകദേശം 1 കോടി രൂപയ്ക്കോളം ആകും എന്നാണ് പലരും പറയുന്നത്. അപ്പം തിയേറ്ററിൽ നിന്ന് ഒരു 2 കോടിക്ക് മുകളിലെങ്കിലും ചിത്രം നേടിയെങ്കിൽ മാത്രമേ ഈ ചിത്രം ഒരു വിജയ ചിത്രമായി ഗണിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാ ചിത്രങ്ങളും മോഹൻലാലിൻ്റെ മിക്കവാറും എല്ലാ ചിത്രങ്ങളും റിലീഫ് ചെയ്ത എല്ലാ ചിത്രങ്ങളും തിയേറ്ററിൽ വൻ വിജയമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. പല ചിത്രങ്ങളും റിലീഫിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു എല്ലാ ചിത്രങ്ങൾ റിലീഫ് ചെയ്താൽ നിർമ്മാതാക്കൾ കൈ കൊള്ളില്ല എന്ന് തന്നെയാണ് നമ്മളുടെ ഉറച്ച വിശ്വാസം. അത് എന്തുമാത്രം കൂടുതലായാൽ അമൃതം വിഷമാകും എന്ന് പറഞ്ഞ പോലെ എല്ലാ മാസത്തിലും ഓരോ റിലീഫുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതും തിരസ്കരിക്കുന്ന കാലം വിദൂരമല്ല എന്ന് തന്നെ ഓർമ്മിപ്പിക്കട്ടെ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.